അപ്പം ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ഈ വീടിങ്ങനെ ആയാലും ഞങ്ങളുടെ ഒരു ഡ്രീം ഹോമായത്. എൻ്റെ പേര് നിഖിൽ. ഞാൻ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ഡോക്ടറാണ്. ഇത് എൻ്റെ അച്ഛൻ മധുസൂദൻ പിള്ളി എന്നാണ് പേര്. ഇത് അമ്മ ശ്രീലത. ഇതെൻ്റെ വൈഫ് യശ്മി ഡോക്ടറാണ്. വീട് പണിയുടെ ഒരു ഡ്രീം എന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് നാളായി, ഒരു 15 കൊല്ലം മുകളിലായി നമുക്ക് ആ ഒരു വീട് പണിയണമെന്നുള്ള ഡ്രീം തുടങ്ങിയിട്ട്. പക്ഷേ അതൊരു ഇംപ്ലിമെൻറ്റേഷൻ ആക്കിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ആദ്യം റെൻറ്റിനാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ കുറച്ച് കൺജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അമ്മാനായിരിക്കും നല്ലത്. ഈ ഇൻഡസ്ട്രിയൽ സ്റ്റെയറിന് വേണ്ടിയിട്ടായിരുന്നു തിരുവല്ലയിൽ ചെയ്തൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ റീൽസ് കണ്ടു. അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ മലപ്പുറത്തുകാരാന്ന് പറഞ്ഞു. അവർ മുഖാന്തരം ക്രയോയിലോട്ടുള്ള ഒരു പാസ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് ക്രയോയെ കോൺടാക്ട് ചെയ്യുന്നത്. ക്രയോയെ കോൺടാക്ട് ചെയ്യുമ്പം അവർ തന്നൊരു ഡിസൈൻ വെച്ച് ഒരു സാധാരണ ഇൻറ്റീരിയറായിട്ട് എനിക്ക് തോന്നി. കാര്യം ആദ്യം പ്ലെയിനായിട്ടുള്ള ഒരു ഡിസൈൻ ഞങ്ങൾക്ക് തന്നെ. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ലെങ്കിലും എൻജിനീയർ അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം പറഞ്ഞു ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ്, നമുക്കിതുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഒത്തിരി റിവൈസ് ചെയ്താണ് ഞങ്ങൾ ഇവിടം വരെ അത് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പം കുറേ ലൈറ്റ്സ് വർക്കും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ചെയ്ത് ഇത്രത്തോളം വന്നു കഴിഞ്ഞപ്പോഴാണ് അവരത് എത്രത്തോളം നല്ലതായിട്ടത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. കാര്യം ഞങ്ങളെക്കാളുപരി ഇവിടെ വീട് വന്ന് കണ്ടവരൊക്കെ ഇൻറ്റീരിയറിനെ പറ്റി ശരിക്കും അവർ പറഞ്ഞു നല്ല സൂപ്പർ ഇൻറ്റീരിയറാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നന്നായിട്ട് അവർ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള കാര്യം ആലോചിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒബ്വിയസ്ലി നമ്മൾ കുറേ പേരോട് ഇതിനെപ്പറ്റി ആലോചിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേര് കുറേ സജഷൻസ് തന്നിരുന്നു. അതിൽ ഞങ്ങളൊരു 3-4 പേരെടുത്ത് കണ്ടു, ഞങ്ങളുടെ ഡിസൈൻ ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് ഭയങ്കര പൂറായിരുന്നു. നമുക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ്, കുറച്ചെങ്കിലും സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ പോലെ ഇതുപോലെ മലപ്പുറത്തൊരു റീല് കണ്ടിട്ട് അതുവഴി അവരെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ക്രയോയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രയോ ഞങ്ങൾ ഈ റീലൊക്കെ കണ്ടതിന് ശേഷമാണ് ഫ്രണ്ട്സും പറയുന്നത് നല്ല ഇതാണ്, അവർ ഇൻറ്റീരിയേഴ്സൊക്കെ ബെസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് പേജും അങ്ങനെയൊക്കെ നോക്കി. അപ്പം അവർ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾ അവരുടെ ഓഫീസിൽ ചെന്നിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ഒഫീഷ്യൽസിൻ്റെ ആണെങ്കിലും അവിടുത്തെ എല്ലാ സ്റ്റാഫിൻ്റെയും വെൽ ബിഹേവ്ഡ് ആയിരുന്നു അവർ. നമ്മളോടുള്ള അപ്രോച്ച്, അതുപോലെ നമ്മൾ പറയുന്ന സജഷൻസിനുള്ളൊരു വാല്യൂ കൊടുക്കുന്നത്, അതെല്ലാം നല്ല രീതിയിലായിരുന്നു. അതായത് നമ്മൾ പറയുന്ന ഓരോ സജഷൻസിനും അവർ നമ്മളെക്കാളും അധികം വാല്യൂ കൊടുത്ത് അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് അവർ നല്ല ബെസ്റ്റ് വർക്കാണ് ഞങ്ങൾക്ക് വേണ്ടി തന്നത്. ആദ്യം ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ വാല്യൂസ് അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞ വാല്യൂസും സജഷൻസും എല്ലാം അവർ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ഇൻറ്റീരിയർ പ്ലാനാണ് അവർ സെറ്റിൽ ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ഇൻറ്റീരിയർ വർക്കിലേക്ക് മുമ്പോട്ട് പോയത്. അപ്പം ആ സമയത്തൊക്കെ നമുക്ക് ഈ ഇൻറ്റീരിയർ വർക്ക് അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു 3D വ്യൂ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്തു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞു, എല്ലാം വർക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് വീട് കണ്ടപ്പം ഞങ്ങളുടെ ഡ്രീം ഹോം തന്നെയായിരുന്നു ഇത്. അതിന് ക്രയോടൊരു ബിഗ് താങ്ക്സ് പറയാതെ വയ്യ. കാര്യം ടൈം ബൗണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ വർക്ക് പൂർത്തീകരിച്ച് തന്നു. പ്ലസ് അവരുടെ ഞങ്ങളോടുള്ള സമീപനം ഏത് സമയത്തും, അത് രാത്രിയിലെന്നോ പകലെന്നോ ഹോളിഡേന്നോ ഒന്നുമില്ല, ഞങ്ങൾ വിളിക്കുമ്പം ഞങ്ങളുടെ ഫോൺ എടുക്കാൻ കാണിച്ച മനസ്സിനും ഞങ്ങൾക്ക് തന്ന അഡ്വൈസിനും എല്ലാത്തിനും താങ്ക്സ്. ക്രയോയെ പരിചയപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് അവരുടെ ആ സമീപനം, അവരുടെ അപ്രോച്ച് ഇതെല്ലാം വളരെ ഗുഡായിരുന്നു. അതിന് ഒരു ബിഗ് താങ്ക്സ് ക്രയോയ്ക്ക് എന്തായാലും ഞങ്ങളുടെ ഫാമിലിയുടെ വക ഉണ്ട്. തന്നെയുമല്ല, ഞങ്ങളോട് ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നവരോട് ഒരു 100-ൽ 101 മാർക്കിൻ്റെ പെർസെൻറ്റേജ് ക്രയോയ്ക്ക് വേണ്ടി ഞങ്ങൾ നൽകുകയും ചെയ്യും.